മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. കേരളത്തിന് ആവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും രമേശ് പറഞ്ഞു. ബിജെപി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തിനാണ് ഈ സർക്കാർ പരിപാടികളിൽ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ അരിയിട്ടു വാഴ്ത്തുന്നത് എന്ന് ചോദ്യം ഉയരുന്നത് CPM-നകത്താണ്. വേറെ ആവശ്യമില്ല സത്യത്തിൽ. പക്ഷെ സർക്കാരിന്റെ വാർഷികാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുകയാണ്. ഈ സർക്കാർ മറുപടി പറയേണ്ടത്, നിങ്ങൾ 9ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു വികസന പദ്ധതി നിങ്ങൾ ആരംഭിച്ചോ? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചോ? കേരളത്തിലെ ഏതെങ്കിലും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചു? മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത്. 100 രൂപയുടെ വർധനവിനു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാത്ത മുഖ്യമന്ത്രി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പ്രമോഷനു വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടികളാണ് ചെലവഴിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ പോലും മുഹമ്മദ് റിയാസിനെ അധ്യക്ഷനാക്കുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം CPM-ൽ മരുമകന് സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സർക്കാർ പരാജയമാണ്. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ 1 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചെന്നും കേരളത്തിലും BJP വലിയ ശക്തിയായി മാറിയെന്നും M.T. രമേശ് പറഞ്ഞു. 3 മാസക്കാലം ആശാവർക്കർമാർ സമരം നടത്തിയത് 100 രൂപ കൂട്ടിക്കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ 100 കോടിയിൽ 23,000-ലേറെ വരുന്ന 26,000-ഓളം വരുന്ന കേരളത്തിലെ ആശാവർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുത്താൽ നിങ്ങൾക്കൊരു വർഷം എത്ര രൂപയാകും? ഈ 100 കോടിയുടെ ആവശ്യമില്ലല്ലോ. ആ 100 കോടി രൂപയുടെ 4-1 ഉണ്ടായിരുന്നുവെങ്കിൽ, കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് നിങ്ങൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊടുത്ത പണമുണ്ടായിരുന്നുവെങ്കിൽ ആശാവർക്കർമാർക്ക് നിങ്ങൾക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാമായിരുന്നല്ലോ. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത്, സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, ഇ ചന്ദ്രൻ, സുമൻ തയ്യൂർ, രേഷ്മ സുധീഷ്, മുകുന്ദൻ, യദുകൃഷ്ണൻ, TG സുരേഷ്, സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു.